സുഹൃത്തുക്കളെ നമസ്കാരം. മറ്റൊരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വീഡിയോ ആണ്. ഒരു ചെറുപ്പക്കാരൻ തമിഴിലെ ഒരു പ്രശസ്ത താരത്തെ, ചലച്ചിത്ര താരത്തെ കാണാൻ വേണ്ടി അവൻ്റെ സ്വന്തം ഗ്രാമത്തിൽ നിന്നും ചെന്നൈയിലേക്ക് നടന്ന് തുടങ്ങിയിരിക്കുകയാണ്. താരത്തിൻ്റെ ഫോട്ടോ അവൻ്റെ നെഞ്ചിൽ തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മറ്റ് വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകണ്ട. നിങ്ങളും സോഷ്യൽ മീഡിയ കാണുന്നവരാണല്ലോ, അപ്പോൾ നിങ്ങൾക്ക് വിശദാംശങ്ങളൊക്കെ അറിയാം. അപ്പോൾ അവൻ്റെ ഇൻ്റർവ്യൂ സോഷ്യൽ മീഡിയയിൽ വ്യത്യസ്ത പ്ലാറ്റ്ഫോമിൽ കേൾക്കുന്നു. അവൻ്റെ കരച്ചിലും പിഴിച്ചിലും ഒക്കെ ഇവൻ നോർമലാണോ എന്ന് പോലും സംശയം തോന്നുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത്, പണ്ടൊക്കെ സ്റ്റുഡിയോകളിലാണ് സിനിമകൾ ചിത്രീകരിച്ച് കൊണ്ടിരുന്ന വേളയിൽ താരങ്ങളൊക്കെ, ചലച്ചിത്ര താരങ്ങളൊക്കെ ഒരു കാണാ വസ്തുവാണ്. ഇന്നിപ്പോൾ പൊതുജനങ്ങളുടെ ഇടയിലാണ് മിക്ക സിനിമയുടെയും ഷൂട്ടിങ്. അപ്പോൾ മിക്ക താരങ്ങളെയും നാം പല പൊതുവേദികളിലും വച്ച് കാണാറുണ്ട്. അപ്പോൾ 10-40 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ഒരു കാലാവസ്ഥയല്ല ഇന്ന്. അന്ന് കൂടുതലും സ്റ്റുഡിയോ ഫ്ലോറിനകത്തും താരങ്ങൾ പൊതുവെ കല്യാണങ്ങൾക്കോ മരണ വീടുകളിലോ അല്ലെങ്കിൽ പൊതുവേദികളിൽ ലൈൻ ബസ്സിലോ അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടിലെ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യാറില്ല തന്നെ. ഇന്നാണെങ്കിൽ 1-2 താരങ്ങൾ ഒഴിച്ച് ഇടത്തരം താരങ്ങളൊക്കെ പബ്ലിക് ട്രാൻസ്പോർട്ടിലും ഓട്ടോയിലും പൊതുവേദികളിലുമൊക്കെ പലപ്പോഴും പ്രത്യക്ഷപ്പെടുന്നതുകൊണ്ട് നമുക്കൊക്കെ ആ കൗതുകം കുറച്ച് കുറഞ്ഞു വരികയാണ്. താരങ്ങളെ മാസത്തിൽ ഒരു താരത്തെയെങ്കിലും നാം പലപ്പോഴും എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടാറുണ്ട്. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ്റെ കരച്ചിലും പിഴിച്ചിലും ഒരു പ്രശസ്ത താരത്തെ കാണാനുള്ള നെട്ടോട്ടവും ഒക്കെ കാണുമ്പോൾ ചിരിയാണ് തോന്നുന്നത്. നിത്യജീവിതത്തിൽ എന്തെല്ലാം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമുക്കൊക്കെ നേരിടാൻ ഉണ്ട്. അപ്പോൾ ഇവൻ്റെ ഈ താരത്തെ കാണാനുള്ള ഈ ഒരു യാത്രയും മറ്റും നമുക്ക് സാധാരണ നോർമലായ ഒരു വ്യക്തിക്ക് ചിരിയും ദേഷ്യവും അത്ഭുതവും ഒക്കെ തോന്നുകയാണ്. അനുബന്ധമായി മറ്റൊരു കാര്യം കൂടെ പറയാം. 80കളുടെ ആദ്യം 84-ലാണെന്ന് തോന്നുന്നു, എൻ്റെ ഗ്രാമമായ കളിയലിൽ ഒരു സിനിമയുടെ ചിത്രീകരണം നടക്കുകയാണ്. അപ്പോൾ അന്ന് സിനിമയുടെ സാങ്കേതിക പ്രവർത്തകരെക്കുറിച്ചോ മറ്റ് കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും വലിയ അറിവില്ലാത്ത സമയം. അപ്പോൾ കളിയൽ ഒരു പാലത്തിൻ്റെ അങ്ങേ തലയ്ക്കിൽ ചിത്രീകരണം നടക്കുന്നു. അപ്പോൾ ഞാനും വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് 1984-ലാണ് ഈ സംഭവം. ചെറിയൊരു ജനക്കൂട്ടം, അതിൽ ഞാനും അലിഞ്ഞു ചേരുന്നു, കാഴ്ചക്കാരനായി നിൽക്കുന്നു. അപ്പോൾ അന്ന് ട്രാക്കിംഗ് ഷോട്ടാണ്. ക്യാമറ ട്രാക്കിന് മീതെ, അതായത് ട്രാക്ക് എന്ന പദമൊക്കെ പിന്നെയാണ് മനസ്സിലാവുന്നത്. റെയിൽവേ പാളം പോലെ. അന്ന് ട്രെയിനിൽ കൂടെ കയറിയിട്ടില്ല എന്ന് തോന്നുന്നു, എങ്കിലും ചിത്രങ്ങളൊക്കെ കണ്ട് പത്രമാധ്യമങ്ങളിലൊക്കെ പടം കണ്ടുള്ള അറിവ് വെച്ച് റെയിൽവേ പാളം പോലൊരു സംവിധാനത്തിൽ ക്യാമറ വച്ചിരിക്കുന്നു. ആരോഗ്യ നിർദ്ദേശം നൽകുന്നു. സൗന്ദര്യമുള്ളൊരു സ്ത്രീ കുട ചൂടി നിൽക്കുന്നു. മുമ്പിലെ ട്രാക്കൊക്കെ ഈ പാളം ഇട്ടിരിക്കുന്നു. എന്തൊക്കെ നടക്കുന്നു. അപ്പോൾ പിന്നെ 80കളുടെ മധ്യത്തിന് ശേഷമാണ് സിനിമ എന്ന കല എൻ്റെ തലയ്ക്ക് പിടിക്കുന്നതും സിനിമ പ്രസിദ്ധീകരണങ്ങളൊക്കെ കിട്ടുന്ന മുറയ്ക്ക് വായിച്ചു തുടങ്ങുന്നതും. വളരെ വൈകി 80കളുടെ അവസാനമാണ് മനസ്സിലാവുന്നത്. അന്ന് കളിയലിൽ എൻ്റെ ഗ്രാമത്തിൽ ചിത്രീകരിച്ച സിനിമ ശ്രീ മണിരത്നം സംവിധാനം ചെയ്ത
പകൽ നിലവ് എന്ന ചിത്രമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മണിരത്നത്തിൻ്റെ ആദ്യ തമിഴ് ചിത്രമാണ്. പ്രശസ്തനായ ശ്രീ കെ രാമചന്ദ്രബാബു ആയിരുന്നു ഛായാഗ്രഹണം. അപ്പോൾ അന്ന് സൗന്ദര്യമുള്ള സ്ത്രീ എന്ന് താരത്തിൻ്റെ പേര് അന്ന് നമ്മുടെ പരിമിതമായ അറിവ് വെച്ച് മനസ്സിലായില്ലെങ്കിലും പിന്നെ അത് രേവതി ആണെന്ന് മനസ്സിലാകുന്നു. മുരളിയായിരുന്നു പുരുഷ കഥാപാത്രം അഭിനയിക്കുന്നത്. പഴയ തമിഴ് ചലച്ചിത്ര നടൻ മുരളി. ഇതൊക്കെ പിന്നെയാണ് മനസ്സിലാവുന്നത്. മണിരത്നവും രാമചന്ദ്രബാബുവും ഒക്കെ ആയിരുന്നു അന്ന് ഞങ്ങളുടെ ഗ്രാമത്തിൽ 40 കൊല്ലങ്ങൾക്ക് മുമ്പ് ആ ചിത്രീകരണ വേളയിലുണ്ടായിരുന്നതെന്ന് മനസ്സിലാകുന്നു. അവരുടെയൊക്കെ ആ പ്രശസ്തിയും വിലയും ഒക്കെ പിന്നെ സിനിമാ പ്രസിദ്ധീകരണങ്ങളൊക്കെ വായിച്ചു തുടങ്ങി സിനിമയെക്കുറിച്ച് ഇഷ്ടം ആവേശമൊക്കെ തോന്നിയപ്പോഴാണ് മനസ്സിലാകുന്നത്. പ്രതികരിക്കുക സുഹൃത്തുക്കളെ. നന്ദി, നമസ്കാരം.